ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ഓഫ് സുബു. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ആട്ടിൻകാൽ സൂപ്പ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു മിനിറ്റ് എക്സ്ട്രാ എടുക്കുകയാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാനാണ്. ഫസ്റ്റ്, ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കൂട്ടാൻ നല്ലതാണ്. പിന്നെ കംപ്ലീറ്റ് വൈറ്റമിൻസ് A to Z കംപ്ലീറ്റ് മിനറൽസും ഇതിനകത്തുണ്ട്. പിന്നെ നാട്ടിലൊക്കെ നമ്മുടെ പ്രസവ ശുശ്രൂഷ സമയത്ത് ഇത് കൊടുത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ജോയിൻറ്റ് പെയിൻ, ഓസ്റ്റിയോആർത്രൈറ്റിസ് സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. പിന്നെ കൂടുതലും മഴ സമയത്താണ് നമ്മുടെ നാട്ടിലെ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കുടിക്കില്ലേ, അതേപോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഫുള്ളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 days റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാലേ ഇത് നമ്മുടെ ദേഹത്തൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തേങ്ങ എറിഞ്ഞ് ഉടയ്ക്ക് സ്വാമിന്ന്. ഓക്കെ, അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടൻ്റെ കാല് ഞുറുക്കിയത് 1/2 കിലോ ആണ്. എനിക്കറിയാം പൊതുവേ മട്ടൻ ചിലർക്കൊന്നും ഇഷ്ടമല്ല, എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണമാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് ഒരു 6-7 വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ ഇത് വൃത്തിയാക്കുന്ന സമയത്ത് ഇതിലെ രോമങ്ങളൊക്കെ നന്നായിട്ട് കത്തി വെച്ചിട്ട് ചിരണ്ടി കളഞ്ഞതിന് ശേഷം നമ്മളെല്ലാം രോമമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പം നന്നായിട്ട് ഈ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഇട്ടൊന്ന് ഒരു 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക ഫസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആട്ടിൻകാല് അതിലേക്ക് തട്ടിയിടുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ഇതിലേക്ക് ഒരു 10-20 കുഞ്ഞുള്ളി ചതച്ചത്, ഒരു 7-8 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കറുവപ്പട്ട, 3-4 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാദാ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ഫുള്ള് കുരുമുളക്, പിന്നെ 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം മതി. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം മൊത്തം 11 വിസിലാണ് വേണ്ടത്. അപ്പം ആദ്യത്തെ വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വരുന്ന ഒരു വിസിലായിരിക്കണം. പിന്നെ ഉള്ളതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലുള്ള വിസിൽ മതി. അപ്പോൾ നമ്മുടെ 11 വിസിലെല്ലാം കഴിഞ്ഞ് നമ്മൾ തുറന്ന് ഫുൾ എയർ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് തുറന്ന് വെച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒരുവിധം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് സംഭവം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കുറച്ച് കുഞ്ഞുള്ളി ഇട്ടൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്കൊരു 5-6 കുഞ്ഞുള്ളി അരിഞ്ഞത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് സൂപ്പിനകത്തേക്ക് ഒഴിച്ച് താളിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ സൂപ്പ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വളരെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിനി അത് സെർവ് ചെയ്തെടുക്കാം.
കണ്ട ഞാൻ ഇതിൻ്റെ സൈഡിലൊരു നാരങ്ങ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവല് വേറെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.